പാലക്കാട്ടെ പണം കൈമാറ്റത്തിൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേസെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിർദ്ദേശം. ഫസ്റ്റ് റിപ്പോർട്ടർ റോഷിപാൽ നമ്മളിതാ സംസാരിച്ചു നിർത്തിയതേയുള്ളൂ. കർശന നടപടിക്ക് നിർദ്ദേശം നൽകുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോൾ കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. വിനീത, സംസ്ഥാന പോലീസ് ഇപ്പോൾ തന്നെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന് കാത്തിരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ അത് പരിശോധിച്ച കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. കാരണം പാലക്കാട്ട് പണം കൈമാറിയത് വോട്ടിനാണെന്ന സ്ഥിരീകരണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കർശന നടപടിക്കുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വരുന്നത്. പാലക്കാട്ടെ വോട്ട് വിവാദം അത് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. പാലക്കാട് വോട്ടിന് പണം നൽകുന്ന ആ വിവാദം അത് ആളിക്കത്തുകയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന്റെ ആരോപണത്തിന് പിന്നാലെ നടത്തുന്ന അന്വേഷണത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ആരോപണത്തിൽ പ്രസക്തമാണ് ആരോപണം എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ കേൽക്കർ ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ടിന് വേണ്ടി പണം നൽകിയെന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചത്. കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊപ്പം പോലീസിനും പരാതി നൽകിയിരുന്നു. പക്ഷേ ദൃശ്യങ്ങൾ കണ്ട് വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ കേൽക്കർ റിപ്പോർട്ട് തേടിയത്. ജില്ലാ കളക്ടറിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് തേടി. അടിയന്തര റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ പരിശോധിച്ച തുടർ നടപടികളിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നു. ഏറ്റവും നിർണായകമാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ പാലക്കാട് വലിയ വിവാദമായി വോട്ടിന് പണം എന്നത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു. അത് ആർക്ക് കുരുക്കാകുമെന്നത് കാത്തിരുന്ന് കാണാം. ഏതായാലും ആദ്യ നടപടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. വിനീത, നോക്കൂ റോഷിപാൽ, തനിക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ അവർ നിഴലാണ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അത് കോൺഗ്രസുകാർ കൊണ്ടുവന്നയാളാകാം എന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ടായി. അതായത് പലതരത്തിൽ മാറ്റി പറയുന്നുണ്ടായി. ഒടുവിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊപ്പം ഇവർ നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. കേസ് എടുക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും എന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ? ഇവർക്കെതിരെ, ഈ പണം നൽകിയ സ്ത്രീക്കെതിരെ ആയിരിക്കുമോ ആദ്യഘട്ടത്തിൽ കേസെടുക്കുക? സ്ഥാനാർത്ഥിയെ പ്രതി ചേർക്കാൻ കഴിയുമോ ഇതിൽ? വിനീത, ഇത് ഏറ്റവും നിർണായകമാണ്. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പ്രാഥമിക വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. കാരണം മൊഴി പ്രാഥമികമായി രേഖപ്പെടുത്തി പണം വാങ്ങിയ സ്ത്രീയിൽ നിന്നും. ഇനി പണം കൈമാറിയ ആളുടെ മൊഴി രേഖപ്പെടുത്തണം. അത് ഏറ്റവും പ്രധാനമാണ്. മാത്രവുമല്ല സാക്ഷി മൊഴികളടക്കം ഏറ്റവും നിർണായകമാണ്. ഇതിന് കൃത്യമായി ദൃശ്യം തെളിവാണ്. പണം കൈമാറുന്നതിന്റെ ദൃശ്യം തെളിവാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പാർട്ടികളോ പണം കൈമാറുന്നത് അത് വലിയ കുറ്റമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ ഈ പണം കൈമാറിയ വ്യക്തിയെ കണ്ടെത്തണം, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇനി പോലീസാണ് ഇത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുക. നിലവിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് പ്രാഥമികമായി വിവരശേഖരണം നടത്തിയതെങ്കിൽ അതിനി പോലീസ് കേസിലേക്ക് വരുന്നു. അത് വലിയ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. ഇത് ഇനി ശോഭാ സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുമോ എന്നാണ്. ശോഭാ സുരേന്ദ്രൻ അത് നിഷേധിച്ചെങ്കിലും അത് ആരാണെന്ന കാര്യത്തിൽ പ്രാഥമികമായ വിവരങ്ങളൊക്കെ പോലീസ് ഇതിനോടകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചു കഴിഞ്ഞു. ആ വ്യക്തിയെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി പോലീസ് അവരെ ചോദ്യം ചെയ്യുക. നേരത്തെ DGP റോഷിപാലിനോട് സംസാരിച്ചപ്പോഴും അക്കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് സ്ഥാനാർത്ഥിയിലേക്ക് തീർച്ചയായും അന്വേഷണം പോകേണ്ടി വരുമല്ലോ, ശോഭാ സുരേന്ദ്രനിലേക്ക്. കാരണം അവരുടെ കാറിൽ വന്നയാളാണ്. ഈ പണം നൽകുന്ന സമയത്ത്, അതായത് തൊട്ടടുത്ത് ശോഭാ സുരേന്ദ്രൻ ഇല്ലെങ്കിലും അവർ കാറിലുണ്ടായിരുന്നു. അതേ കാറിലാണ് വന്നു കയറുന്നത് ഈ സ്ത്രീ. നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഈ വീട്ടിൽ വന്ന് പോയി കാറിൽ കയറിയ ശേഷം ഇവർ തിരിച്ചു വന്ന പണം കൊടുത്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും BJP സ്ഥാനാർത്ഥിയെ ചോദ്യം ചെയ്യേണ്ട നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൂടി എത്തും, അല്ലേ? വിനിത, സ്വാഭാവികമാണ്. കാരണം അവിടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യമുണ്ട്. മാത്രവുമല്ല അതിന് തൊട്ടുമുമ്പ് അവിടെ എത്തിയെന്ന ആരോപണം കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നു. ഈ സ്ത്രീയെ വോട്ട് സ്വാധീനിക്കാൻ വേണ്ടിയാണ് പണം നൽകിയത്. മാത്രവുമല്ല ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ അവിടെ ഉയർന്നിരുന്നു. പലയിടങ്ങളിലും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി വ്യാപകമായി പണമൊഴുക്കുന്നു എന്ന ആക്ഷേപം അത് UDF നേതൃത്വം ഉന്നയിച്ചതാണ്. അങ്ങനെ ആരോപണം നിലനിൽക്കുമ്പോഴാണ് അവർ കൃത്യമായി കോൺഗ്രസ് സംവിധാനം ഉപയോഗിച്ച് അവർ അന്വേഷണം നടത്തിയതാണ്
ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ എതിരെ ഇങ്ങനെ ആരോപണം ഉയർത്തുന്ന ദൃശ്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതും ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും. ഏതായാലും ഈ വ്യക്തി പണം നൽകിയ ആ സ്ത്രീ ആരാണെന്ന് സ്ഥിരീകരിക്കുന്നതോടെ, അവർക്ക് എന്താണ് അവരുടെ താല്പര്യമെന്ന് സ്ഥിരീകരിക്കുന്നതോടെ അത് സ്വാഭാവികമായും അത് ശോഭാ സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തും. കാരണം അവർ ശോഭാ സുരേന്ദ്രന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് നേതാക്കൾ അവിടെ പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ അതുണ്ട്. ആ ഇന്നോവ കാറിൽ, ശോഭാ സുരേന്ദ്രൻ സഞ്ചരിച്ച കാറിൽ ഈ സ്ത്രീ, പണം നൽകിയ സ്ത്രീയുണ്ട്. അപ്പോൾ അതിന്റെ ഉത്തരം പോലീസിന് മുന്നിൽ ശോഭാ സുരേന്ദ്രൻ നൽകേണ്ടി വരും. അത് ശോഭാ സുരേന്ദ്രന് വലിയ കുരുക്കായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പണം വിതരണം ചെയ്തത്, ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരശേഖരണം അടക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതായാലും പ്രാഥമികമായ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു. അതുകൊണ്ട് ഇനിയുള്ള പോലീസിന്റെ അന്വേഷണം ഏറ്റവും സുപ്രധാനമാണ്. പാലക്കാട്ട് അട്ടിമറിക്ക് വേണ്ടി വ്യാപകമായി പണം നൽകിയെന്ന ആരോപണത്തിൽ ഇതാ കർശന നടപടി വരികയാണ്. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ റോഷി പാലാണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പോലീസ് ഇതാ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ BJP സ്ഥാനാർത്ഥി കുരുക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ തെളിവുകൾ, ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും, കോൺഗ്രസ് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും